എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. ഏറ്റവും വലിയ സ്റ്റാറുകളുടേത് എടുക്കുന്നവർ വിജയിക്കും. ആ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടനാണോ സ്റ്റാറാണോ പോരട്ടെ, അതൊരു വിഷയമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അത് വെച്ചിട്ട് നോക്കാം അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടാണ്, അളക്കാൻ പറ്റില്ല അല്ലേ? മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി അതൊക്കെ ഓക്കെ ടൈലർ. ടൈലർ എടുത്തോ പറഞ്ഞേക്കാം. ഓക്കെ അതെനിക്ക് കേട്ടോ കൊണ്ടോട്ടെ, ചെറുക്കൻ രക്ഷപ്പെടാൻ കഷ്ടപ്പെടുത്ത. ഓക്കെ ഫസ്റ്റ് കിഴി ഗു സിനിമയുടെ ട്രെയിലർ ഇന്ന് 6 മണിക്ക് മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് നമ്മുടെ ദേവനന്ദയും സൈജു കുറുപ്പും ഒരുമിക്കുന്ന സിനിമയാണ്. ഓക്കെ അപ്പോൾ ട്രെയിലർ ഇന്ന് 6 മണിക്ക് കാണാം. യെസ്. ഗർ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂൺ 14 സിനിമയുടെ റിലീസ് ഡേറ്റ്. ഓക്കെ ജൂൺ 13 ഏതോ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, കാതലൻ. ഐ ആം കാതലൻ. അപ്പോൾ ക്ലാഷ് ചാക്കോച്ചനും നെൽസനും നെസ്ലനും വരട്ടെ. ജയ്ക്കയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു മറന്നുപോയി. അടുത്തത് ഡ്രാഗൺ. പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന സിനിമേന്റെ ടൈറ്റിൽ ഇന്നലെ വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ. അശ്വത് മാരിമുത്തുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആളുടെ രണ്ടാമത്തെ സിനിമ. അത് നായകനായിട്ട് അറിയാലോ, ലവ് ടുഡേ വേറെ ലെവലായിരുന്നു. ഓക്കെ, അടുത്ത കിഴി L360. തീരെ സയൻസ് ഇല്ലാത്തൊരു നടൻ. ഒന്നുമില്ല, വല്ല എമ്പുരാനൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ ഉള്ളു. എമ്പുരാന്റെ മുകളിലേക്ക് ഒന്നും ഇല്ലല്ലോ എന്തായാലും. അത് വരണ്ടെന്ന് അത് ചിലപ്പോൾ ആയാലോ, അതായാലോ റിലീസ് ചെയ്തതിനു ശേഷം ഞങ്ങള് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് L360. സിനിമ അനൗൺസ്മെന്റ്, അതായത് ടൈറ്റിൽ അനൗൺസ്മെന്റ് മെയ് 20 ഇനി എന്ത് അനൗൺസ്മെന്റ് ആണെന്നുള്ള കാര്യം, അനൗൺസ്മെന്റ് ആണ് വരുന്നത് 20-ാം തീയതി. അത് എന്തിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആണെന്നുള്ളത് 20-ാം തീയതി വന്നാൽ അറിയാം. അത് ശരിയാണല്ലോ, ടൈറ്റിൽ ആണെന്നില്ലല്ലോ. എന്തുവാ ചിലപ്പോ റിലീസ് ഡേറ്റ് ആണെങ്കിലോ. അടുത്ത ഞങ്ങൾക്ക് ആദ്യം ടൈറ്റിൽ തരും, അതിന് ശേഷം മതി ബാക്കിയുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മുടെ നിവിൻ പോളി പ്രൊഡക്ഷൻസിൽ വരുന്ന സിനിമയാണ്. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നയൻതാരയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നിവിൻ പോളി ഒരു വലിയ കാമിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത കിഴി വിജയ് ദേവാരകൊണ്ട, ദിൽരാജ്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫാമിലി സ്റ്റാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറും അതിലെ നായകനും വീണ്ടും ഒരുമിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ അറിയുമെന്നുള്ളതാണ്. മെയ് 9 ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും എന്നുള്ളതിൻ്റെ സൂചന കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. എന്തായിരുന്നു, എന്തോ ഒരു കൊലയാണല്ലോ സംവിധാനം ചെയ്യുന്നത്. എന്താണ് രാവമണി കൊല, അങ്ങനെ എന്തോ ഒരു പേരാണ്. രവി കിരൺ കൊല ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്തത് കണ്ണപ്പ സിനിമയുടെ അക്ഷയ് കുമാറിന്റെ പോർഷൻ അക്ഷയ് കുമാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കന്നഡ മൂവിയാണ്. നമ്മുടെ പ്രഭാസ് ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അക്ഷയ് കുമാർ, മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്മാറി എന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇനി ആരൊക്കെ വരാനുണ്ടെന്നുള്ളതൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ട് എന്നുള്ള സൂചന. പിന്മാറിയിട്ടൊന്നുമില്ല. അതാണ്. ഓക്കെ, അടുത്ത കിഴി തഗ് ലൈഫ്. കമൽ ഹാസൻ മൂവി തഗ് ലൈഫ്. നമ്മുടെ മണിരത്നമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. സിംബു. അതുകൊണ്ടോ സിംബു നമ്മളാ പറഞ്ഞ ക്യാരക്ടറാണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും സിംബക്കയുടെ സൈഡിൽ ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നുണ്ട്. ഒരു വേറിട്ടൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു ആളുടെ ലുക്കിലടാ അളിയ കമൽഹാസന്റെ. അടുത്തത് കങ്കുവ പാർട്ട് 2 വില്ലനായിട്ട് കാർത്തി വരുമെന്നുള്ള റൂമർ അതിശക്തമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പാർട്ട് 2 അത് എന്നാൽ ചേട്ടനും അനിയനും കൂടി തകർക്കും. അത് ഉറപ്പാ. ഓക്കെ, ശരിക്കും കങ്കുവ മെയിൻ നായകൻ നമ്മുടെ കാർത്തി, അതല്ല മെയിൻ നായകനെ സൂര്യ അല്ല എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേറെ നായകന്മാരൊക്കെ വെച്ച് കങ്കുവ 2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ഓക്കെ, കാർത്തി വില്ലനായി വരും, അതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കിഴി
കൂലേ കൂലേ തലൈവർ 171 സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. അതായത് ചിത്രത്തിൻ്റെ ഹാഫ് ടൈം വരെയുള്ള സ്ക്രിപ്റ്റ് ലോക്കാക്കി, ഫുൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കയറുകയാണ് ഇവർ. പിന്നെ വേറെന്താണ് ഇതിലുണ്ടോ? സെക്കൻഡ് ഹാഫിന്റെ വർക്ക് തുടങ്ങി. ആ അതെ അതെ, ഫസ്റ്റ് ഹാഫ് മൊത്തം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്, ഡയലോഗ്, പിന്നെ എന്താ പറയാ, എല്ലാ സംഭവങ്ങളും എല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന്റെ വർക്ക് തുടങ്ങി. യെസ്. അടുത്തത് TJ ജ്ഞാനവേൽ നാനി മൂവി സിനിമയുടെ അപ്ഡേഷൻസ്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ വേട്ടയ്യൻ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഉടൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കേ, വേട്ടയ്യൻ ജയ്ഭീം വേട്ടയ്യൻ നന്നായാലേ ആളുടെ വേട്ടയ്യൻ നന്നായാൽ, അതായത് ഒരു സോങ്, ഒരു ഡാൻസ് ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പകുതി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറെ കമന്റുകൾ ഞാൻ കണ്ടു. പ്രതീക്ഷ പോയി. കാരണം TJ ജ്ഞാനവേല് ചെയ്ത ജയ്ഭീം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ആളാണോ ഇനി ഇവരെയൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിലുള്ള സിനിമ ചെയ്യാൻ പോണെന്നൊക്കെ ചർച്ചകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് നമ്മുടെ അനിരുദ്ധും രജനീകാന്ത് ഒരുമിച്ചൊരു സോങ്ങിൽ ഡാൻസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആള് മാറ്റി പിടിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ? എന്തായിരിക്കും എന്നുള്ളത് അതാണ്. ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ കണ്ടല്ലോ അല്ലേ, ഫാൻസിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. ഓക്കെ, അടുത്ത കീഴി ദളപതി 69 എച്ച് വിനോദ് സിനിമ സംവിധാനം ചെയ്യും. എന്ത് സാധനം വന്നാലും ഇപ്പം തന്നെ പറഞ്ഞ വാക്കുകളുണ്ടോ, എന്ത് സാധനം വന്നാലും റീച്ച് ആവുന്നില്ല. അത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഇത് ദളപതി 69. വിജയിന്റെ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു, എന്ത് വന്നിട്ടും കാര്യമൊന്നുമില്ല. പോന്നോട്ടെ, കാര്യം പറഞ്ഞു കണ്ടോളണേ, നേരിട്ട് കണ്ടോളണേ. ഓക്കെ, എന്തായാലും കിട്ടിക്കോളം, കൊടുത്തോളം ഉദ്ദേശിച്ചത് അതവര് തന്നോളും, ഞാൻ വാങ്ങാൻ റെഡിയാ. ദളപതി 69 ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. സിനിമ ഓഗസ്റ്റ് എൻഡോടെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും പിന്നെ ഫൈനൽ കാസ്റ്റിങ്ങും ഏതാണ്ടൊക്കെ സെറ്റായി എന്നുള്ളതാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഓക്കെ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വിജയിന്റെ ബർത്ത്ഡേന്റെ അന്ന് ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. നോക്കാം, അത് നോക്കാം. അടുത്ത എമ്പുരാൻ സിനിമയുടെ ഭയങ്കര മത്സരമാണല്ലോ. പിന്നെന്താ, കട്ടക്ക് പിടിക്കും. എന്താണെങ്കിലും സിനിമയില് നമ്മുടെ ടോവിനോ പ്രധാന വേഷത്തിൽ തന്നെ എത്തുന്നുണ്ട്. 3 ദിവസത്തെ ഷൂട്ടാണ് ആളുടെ കഴിഞ്ഞതെന്നാണ് പറഞ്ഞത്. ആള് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടോ, ഇനി ഒരു 3-4 ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്യാവശ്യം ഉണ്ടാവും സീനുകൾ. ജതിൻ രാംദാസ്. യെസ്. ഓക്കെ, ഇത് നടികറിന്റെ പ്രൊമോഷൻ, നടികറിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ടോക്സിക്. യശ് നായകനാവുന്ന സിനിമ. ഗീതു മോഹൻദാസ് സിനിമ സംവിധാനം ചെയ്യും. സിനിമയ്ക്ക് 2 ഭാഗം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. 2 പാർട്ട്. പിന്നെ ഒന്നുണ്ട് കരീനയ്ക്ക് പകരം നമ്മുടെ നയൻതാര. അതെ, ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നു കരീന തന്നെ ആയിരിക്കും. ഇന്നലെ വീണ്ടും വന്നിട്ടുണ്ട്, കരീന ഒഴിവായി. അങ്ങനെ അത് അങ്ങോട്ടും ഒഫീഷ്യൽ എന്തായാലും പറയില്ല, എന്ത് പരിപാടിയാണ്. ഓക്കെ, അടുത്തത് ടർബോ. കുറച്ച് കട്ടിക്കാൻ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ടർബോ എന്തായാലും മാൾട്ടയില് ഇതിന്റെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഇൻഡസറ എന്റർടൈൻമെന്റ്. ഓക്കെ, ഇനിയുണ്ട് അയർലൻഡ് AKS എന്റർടൈനർ. ഓക്കെ, ഇനിയുണ്ട് ഫ്രഞ്ചില് ഒരു അടിപ്പള്ളി പെരുന്നാളാന്ന് പറഞ്ഞത്, അതും കൂടിയുണ്ട്. എന്താണെങ്കിലും ഫിലിമി എന്റർടൈൻമെന്റ്സ് അല്ല, ഫിലിമി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരു പിടുത്തമല്ല, ഇത് എനിക്ക് കിട്ടാതെ നന്നായി. മൊത്തം മാൾട്ട ഫിലിമി ഡിസ്ട്രിബ്യൂട്ടേഴ്സും പോവും, മറ്റത് അയർലൻഡ് മറ്റത് മൊത്തത്തിൽ ഇതായി. ബുദ്ധിപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത കിഴി ബൈസൺ. മാരി സെൽവരാജ്, ധ്രുവ് വിക്രം സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തി. ടൈറ്റിൽ അനൗൺസ്മെന്റ് എൻ്റെ ബൈസൺ, മാരി സെൽവരാജ്, കാള. ഇതിന്റെ ഇന്നലെയാണോ അത് ഇന്ന് രാവിലെ വന്നത്? ഇന്നലെ വൈകുന്നേരം വന്നൊരു ടൈം വെച്ചിട്ടുള്ള പോസ്റ്റർ വന്നു. കറക്റ്റ് കാളന്നല്ലേ.
മുട്ടയിലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ സാധനം. അതായത് ആളെ മുന്നത്തെ കാല് ആളുടെ കാല് എന്നിട്ട് കാളയുടെ പുറകിൽ അത് ഒരു കാള നടന്നു വരുന്ന പോലെ ഫീൽ ചെയ്യും. എന്തായാലും ഒരു സംഭവ ബഹുലമായ സിനിമ തന്നെ ആയിരിക്കും. മാരി സെൽവരാജ് ആണല്ലോ, പിന്നെ പാരഞ്ജിത്താണ് സിനിമ പ്രൊഡക്ഷൻ. പോസ്റ്ററിൽ തന്നെ ഒരു ഗംഭീര സാധനമാണ് പോസ്റ്റർ തന്നെ, സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ കേട്ടോ. നമ്മുടെ അനുപമ പരമേശ്വരൻ, രജിഷ വിജയൻ, മലയാളീസ് ഉണ്ട്, ഒരുപാടുണ്ട്. എന്താണെങ്കിലും നമുക്ക് വരും ദിവസം മലയാളികളെ കൊണ്ടുപോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. തീർച്ചയായും മാമണയിൽ കൊണ്ടുപോയിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയാലോ. അതെ 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 അതെ, ആ ഒരു കാര്യത്തില് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അതെ, ഞങ്ങൾ ഇവിടുന്ന് ഉപദേശം തരും, വേണമെങ്കിൽ കേട്ടോളാം, ഞങ്ങൾ സ്കോർ ചെയ്യും. ആ ഒരു കാര്യത്തില് എനിക്ക് തോന്നുന്നു വേറെ ആരും ഇല്ല മത്സരിക്കാൻ മലയാള സിനിമയോട്. അഭിനയത്തിന്റെ കാര്യത്തിൽ കേട്ടോ, ലുക്കിന്റെ കാര്യത്തിലും ഗ്ലാമറിന്റെ കാര്യത്തിലൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തില് വേറെ ലെവലാ, തരൂല മക്കളെ. എന്താണ് മ്യൂസിക്കിന്റെ കാര്യത്തിൽ അവരും പിന്നെ സുഷിൻ ശ്യാമൊക്കെ ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അത് പക്ഷേ ഇളയരാജ, AR റഹ്മാൻ വമ്പൻ സ്റ്റാർ താരങ്ങളാണ്. ശരിയാ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയതിലേക്ക് കൊണ്ടുവരും മലയാള സിനിമേന്റെ. അതെ അതെ, പക്ഷെ അപ്പോഴും ഇളയരാജ ഉണ്ടെങ്കിലും ആ സമയത്തും നമ്മുടെ രവീന്ദ്രൻ മാഷ്, പിന്നെ നമ്മുടെ എന്താ ജോൺസൺ മാഷ്, ഇതൊക്കെ പറയുമ്പോ തന്നെ മനസ്സിലായി. ആ ജോൺസൺ മാഷ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ആ പഴയ സോങ്ങിലേക്ക് അങ്ങ് പോകും. അപ്പം അങ്ങനത്തെ ലെജൻസ് നമുക്കും ഉണ്ട്. ഒരു കാര്യത്തിലും നമ്മളങ്ങനെ തോറ്റു കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല, അത് വിട്ടേക്ക്. അപ്പൊ എന്തായാലും കട്ടക്ക് മത്സരിക്കാനുണ്ടെങ്കിലും ഇവര് മുകളിൽ കുറച്ച് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീന്റെ വലിപ്പം കൊണ്ടുണ്ട്. തമിഴ് ഇൻഡസ്ട്രി അത് മറ്റുള്ള ഏത് ഇൻഡസ്ട്രി മുകളിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ തരൂല മക്കളെ. തരൂല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.